ജനുവരി 15 ദേശീയ കരസേനാ ദിനം. ജനുവരി 15 ഇന്ത്യയിൽ ദേശീയ കരസേനാ ദിനമായി നാഷണൽ ആർമി ഡേ ആചരിക്കുന്നു. 1891 ഏപ്രിൽ 1 സ്ഥാപിതമായ ഇന്ത്യൻ കരസേനയുടെ മേധാവിമാർ 1949 ജനുവരി 15 വരെയും ബ്രിട്ടീഷുകാരായിരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കരസേനാ മേധാവി ബ്രിട്ടീഷുകാരനായ റോബർട്ട് ഹാർട്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം 1949 ജനുവരി 15 ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായ സൈനിക മേധാവിയായി KM കരിയപ്പ അധികാരമേറ്റു. അതിൻ്റെ ഓർമ്മയ്ക്ക് കൂടി ജനുവരി 15 ഇന്ത്യൻ കരസേനാ ദിനമായി ആചരിക്കുന്നു. സേവനമാണ് പരമമായ ധർമ്മം എന്ന അർത്ഥം വരുന്ന സേവ പരമോ ധർമ്മ എന്നതാണ് ഇന്ത്യൻ സേനയുടെ ആദർശവാക്യം. മാർട്ടിൻ ലൂതർ കിങ് ജന്മദിനം. അമേരിക്കയിലെ കറുത്തവർഗക്കാരുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വരിച്ച ലോകശ്രദ്ധേയനായ നേതാവാണ് അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന മാർട്ടിൻ ലൂതർ കിങ്. 1999 ജനുവരി 15 അമേരിക്കയിലെ ജോർജിയയിൽ ജനിച്ചു. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന കറുത്തവർഗക്കാരനായിരുന്ന അദ്ദേഹം അമേരിക്കയിൽ എവിടെയൊക്കെ കറുത്തവർഗക്കാർക്കെതിരെ അക്രമങ്ങളും അനീതികളും നടമാടിയോ അവിടെയൊക്കെ അക്രമരഹിതമായ സമരനായകനായി പ്രത്യക്ഷപ്പെട്ടു. ലക്ഷക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ആയിരക്കണക്കിന് യോഗങ്ങളിൽ പ്രസംഗിച്ചു. ജയിൽവാസം ഉൾപ്പെടെ പല പീഡനങ്ങളും സഹിച്ചു. ധാരാളം പുസ്തകങ്ങളും എണ്ണമറ്റ ലേഖനങ്ങളും എഴുതി. 1963 വാഷിങ്ടണിൽ നടത്തിയ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം ലോക പ്രശസ്തമാണ്. 1964 35-ാം വയസ്സിൽ സമാധാന നോബൽ സമ്മാനം ലഭിച്ചു. 1968 ഏപ്രിൽ 4 ഒരു പ്രകടനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കെ ജെയിംസ് ഏൾറെ എന്ന ഘാതകന്റെ വെടിയേറ്റു മരിക്കുകയായിരുന്നു. VS രമാദേവി ജന്മദിനം. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാകുന്ന ആദ്യ വനിത, രാജ്യസഭാ സെക്രട്ടറി ജനറലായി സേവനമനുഷ്ഠിച്ച ആദ്യ വനിത, കർണാടകയിലെ ഗവർണറാകുന്ന ആദ്യ വനിത എന്നിങ്ങനെ വിവിധ വിശേഷണങ്ങളുള്ള അസാമാന്യ പ്രതിഭാശാലിയായ പ്രശസ്ത വനിതയാണ് VS രമാദേവി. 1934 ജനുവരി 15 ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിൽ ജനിച്ചു. MA LLB ബിരുദങ്ങൾ നേടി അഭിഭാഷകയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. പിന്നീടാണ് ഈ പദവികൾ ഓരോന്നായി താണ്ടിക്കയറിയത്. 2013 ഏപ്രിൽ 17 അന്തരിച്ചു. ഗുൽസാരി ലാൽ നന്ദ ചരമദിനം. 2 തവണ ഇന്ത്യയുടെ താൽക്കാലിക പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഗുൽസാരി ലാൽ നന്ദ. 1964 നെഹ്റുവിൻ്റെ മരണശേഷവും 1966 ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണശേഷവും കോൺഗ്രസ് പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന സമയം വരെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നത്. 2 പ്രാവശ്യവും 13 ദിവസങ്ങൾ വീതം ആകെ 26 ദിവസങ്ങൾ മാത്രമാണ് പ്രധാനമന്ത്രിയായിരുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജീവിതത്തിലുടനീളം ഗാന്ധിയൻ മൂല്യങ്ങൾ മുറുകെ പിടിച്ച അദ്ദേഹം ലളിത ജീവിതം നയിക്കുകയും അഴിമതിക്കെതിരെ കർശന നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. 1977 ഭാരതരത്ന ബഹുമതി ലഭിച്ചു. 1898 ജൂലൈ 4 പഞ്ചാബിലെ സിയാൽകോട്ടിൽ ജനിച്ച അദ്ദേഹം 1898 ജനുവരി 15 അന്തരിച്ചു.